വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി അതിക്രമം 2ാം വാരത്തിലേക്ക് കടക്കുന്നു. അതിനുവശ വെസ്റ്റ് ബാങ്കിൽ യാതൊരു വിടുവിചാരവും ഇല്ലാതെയാണ് ഇസ്രായേലിന്റെ നശീകരണ പ്രവൃത്തികൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി സൈന്യത്തിന്റെ വടക്കൻ റാമല്ലയിലെ ജലസോൺ റെഫ്യൂജി ക്യാമ്പിലേക്കുള്ള കടന്നുകയറ്റത്തിനിടയിൽ നിരവധി ഫലസ്തീൻ പൗരന്മാരെയാണ് തടവിലാക്കിയത്. ഫലസ്തീൻ പ്രിസണേഴ്സ് സൊസൈറ്റി പറയുന്നത് 30-ലധികം ഫലസ്തീനികളെയാണ് ഒറ്റ രാത്രിയിൽ ഇസ്രായേൽ സേന തടവിലാക്കിയതെന്നാണ്. നോർത്തേൺ റാമല്ലയ്ക്ക് ശേഷം ഇസ്രായേൽ സൈന്യം അവരുടെ ആക്രമണം ജനീൻ അഭയാർത്ഥി ക്യാമ്പിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്കിലെ റെയ്ഡ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുമെന്നാണ്. തുൽഖറമിൽ മരണവും നാശവും വിധിച്ച ഇസ്രായേൽ സേന ബുൾഡോസറിന്റെ സഹായത്തോടെ നഗരത്തിലേക്ക് ഇരിച്ചുകയറി. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് 685-ലധികം പലസ്തീനികളാണ്. ഇസ്രായേലി സൈനികരും കവചിത വാഹനങ്ങളും ജനീൻ അഭയാർത്ഥി ക്യാമ്പിലും ജനീൻ സിറ്റിയിലും അവരുടെ പെട്രോളിംഗ് അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ഉപരോധം കാരണം അഭയാർത്ഥി ക്യാമ്പിലെ ഫലസ്തീനികൾക്ക് ഭക്ഷണമോ മരുന്നോ വെള്ളമോ പലപ്പോഴും ലഭിക്കുന്നില്ല എന്നതാണ് ഖേദകരം. മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് 2 ദിവസം മുമ്പ് വരെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ഉണ്ടാക്കിയ നാശനഷ്ടം ഏകദേശം $13 ബില്യൺ മുകളിലാണെന്നാണ്. ആളുകളെ കൊല്ലുന്നത് പോലെ തന്നെ വളരെയധികം ഗുരുതരം തന്നെയാണ് ഇസ്രായേൽ സേനയുടെ പ്രകൃതിയുടെ മേലും വെസ്റ്റ് ബാങ്കിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മേലുമുള്ള അതിക്രമവും നശീകരണവും. രാഷ്ട്രീയ യുദ്ധ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇസ്രായേലിന്റെ ഈ കയ്യേറ്റം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഇത് വെസ്റ്റ് ബാങ്കിലെ കൂടുതൽ ഭൂമി കൈയടക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയാണെന്നാണ്. അതേസമയം ഗസയിലെ ബൈത്തലാഹിയയിൽ ഇസ്രായേൽ സേന ഒരു വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 6 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ മാത്രം 50-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൽ പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിക്കുന്നില്ല. ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ അളവിലുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ-അവീവിൽ മാത്രമല്ല, ഇസ്രായേലിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഗവൺമെന്റിനെതിരായ പ്രതിഷേധ കൊടുങ്കാറ്റ് ആളിപ്പടരുകയാണ്. പ്രക്ഷോഭകരുടെ മുദ്രാവാക്യം നെതന്യാഹു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുക എന്ന് തന്നെയാണ്. ഗസയിലെ ഒരു ടണലിൽ നിന്ന് 6 ഫലസ്തീൻ ബന്ദികളുടെ ഡെഡ് ബോഡികൾ കണ്ടെടുത്തതിനു ശേഷമാണ് ഇസ്രായേലിലെ പ്രതിഷേധ കൊടുങ്കാറ്റിന് തീപിടിച്ചത്. എന്നാൽ ഈ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒന്നും തന്നെ നെതന്യാഹുവിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം കരാറിൽ ഒപ്പിടുമെന്നും ബന്ദികൾ തിരികെ സ്വതന്ത്രമായി അവരുടെ വീടുകളിൽ വന്നു ചേരുമെന്നും ആരും സ്വപ്നം കാണേണ്ടതില്ല. ഇസ്രായേലിന്റെ ഓരോ ആക്രമണത്തിന്റെ പരിസമാപ്തിയും ഒരു കൂട്ടം നിർദോഷികളായ ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെടുമെന്നല്ലാതെ നെതന്യാഹുവിന്റെ ഇസ്രായേലിൽ പുതിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഹമാസിന്റെ സീനിയർ വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞത്, ഞങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ മേൽ കൂടുതൽ ചർച്ചകൾ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും സൈഡിൽ സ്വീകാര്യമായ ഒരു കരാർ നിലവിലുണ്ട്. ആ പ്രപ്പോസൽ സ്വീകരിച്ചതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആ പ്രപ്പോസൽ പ്രസിഡന്റ് ബൈഡൻ ജൂലൈ 2-ന് മുന്നോട്ട് വെച്ച പ്രപ്പോസലാണ്. അതുതന്നെയാണ് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ തീരുമാനവും. എന്നാൽ ഇസ്രായേൽ ആ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞ് അൽ മവാസിയിൽ കൂട്ടക്കൊല നടത്തുകയും ഇസ്മായിൽ ഹനിയെ കൊല ചെയ്യുകയും ചെയ്തു. അതിനു പുറമെ അവർ തബയിൻ സ്കൂളിലും കൂട്ടക്കൊല നടത്തി. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഹമാസ് സ്വീകരിച്ചിട്ടുള്ള പ്രസിഡന്റ് ബൈഡന്റെ പ്രപ്പോസൽ ഇസ്രായേലിനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവണമെന്നാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ ഹമാസ് സ്വീകരിക്കുമ്പോൾ ഇസ്രായേൽ ഒരിക്കലും ഹമാസ് അംഗീകരിക്കാത്ത കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയാണതിൽ. ഇവിടെ ഇസ്രായേലിന്റെ രക്ഷാധികാരിയായ അമേരിക്ക മുന്നോട്ട് വെച്ച പ്രപ്പോസൽ ഇസ്രായേൽ തള്ളിക്കളയുന്നു എന്നതിൽ അമേരിക്കയ്ക്ക് പരാതിയില്ല എന്നതാണ് വലിയ തമാശ. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഹമാസിന്റെ 5 നേതാക്കന്മാർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയത്. സത്യത്തിൽ ലോകത്ത് എവിടെ നടക്കുന്ന കുറ്റങ്ങൾക്കും വിധി പറയാനും ശിക്ഷ വിധിക്കാനും അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയത്? സ്വയം കൽപ്പിച്ചെടുത്തിയ ലോക പോലീസ് മേധാവിത്വം. ഇവിടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട്. ആ കോടതിയുടെ വിധി നടപ്പാക്കാൻ ആരും തന്നെയില്ല. അത് വെറും പ്രഹസനമായി തീരുന്നു. എന്നാൽ അമേരിക്കയുടെ ഏകാധിപത്യ കോടതി വിചാരണക്കെടുക്കുകയും വിധി പറയുകയും ചെയ്യുന്ന കേസിൽ ഏത് വിധിനെയും അമേരിക്ക ശിക്ഷ നടപ്പിലാക്കും. അത് ഏത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തിട്ടാണെങ്കിലും ശരി. ഇവിടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വംശഹത്യക്കും അതിക്രമങ്ങൾക്കുമെതിരെ കുറ്റക്കാരായി കണ്ട ഇസ്രായേൽ അമേരിക്കയുടെ കണ്ണിൽ ഒന്നുമല്ല. അവർ അമേരിക്കയ്ക്ക് എന്നും ഏറ്റവും അടുത്ത ബന്ധുക്കളും സഖ്യരാജ്യവുമാണ്. ഹമാസ് മാത്രമാണ് കുറ്റക്കാർ. അതാണ് പുതിയ ലോകക്രമത്തിന്റെ നീതിശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഈ നീതിശാസ്ത്രത്തെ തന്നെയാണ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് സിസി അധികാരത്തിൽ വന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം ഇന്നലെ തുർക്കിയിലെത്തി. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും അബ്ദുൽ ഫത്താഹ് സിസിയും
ഭാവിയിലെ സഹകരണം ഉറപ്പാക്കുന്നതിന്റെ നാഴികക്കല്ലായി ഒരു സംയുക്ത മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചു. കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ലബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണമാണ് വടക്കൻ ഇസ്രായേലിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചു ദിവസത്തെ സംയമനം ലംഘിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള കടന്നാക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. ആക്രമണത്തിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ശക്തമായി തിരിച്ചടി നടത്തുകയും ചെയ്തു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം വീണ്ടും പൂർവാധികം ശക്തി പ്രാപിക്കാനുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.